എന്നിട്ട് നിങ്ങൾ ഷെയ്ഖുനയുടെ ആളുകളാണത്രേ. മടവൂർ ഷെയ്ഖുന ഞങ്ങളാളാണ്. സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം. അതുകൊണ്ട് മഹാനായ താജുൽ ഉലമ മടവൂർ ഷെയ്ഖുനയുടെ ഉറൂസിൽ നടത്തിയ പ്രഭാഷണത്തിലെ പ്രൗഢമായ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു കൊടുക്കാനുള്ള കാരണം ഏപ്പിലെ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഓർപ്പിച്ചത്. നിങ്ങൾ ഹക്കമലാണ്, ഹക്കന്റെ മേൽ ഉറച്ചു അങ്ങിപ്പോകാൻ പാടില്ല. അത് ധൈര്യമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അപ്പൊ അത്ര അതിപ്പം നമ്മളെ തങ്ങൾ പറഞ്ഞ കറാമത്ത് വന്നത് എത്രയോ തീർത്ത ആളുകളാണ്. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനയുടെ ഉറൂസിൽ പോയിട്ടാണ് പറയുന്നത്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നത്, ഇതിന് നേതൃത്വം നൽകിയത് മഹാനായ ശൈഖുൽ മശായിഖ് മടവൂർ സിയം വലിയുല്ലാഹി. അവരെ വാക്ക് കണ്ടിട്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1989 നോക്കൂ നിങ്ങൾ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1989 പിളർപ്പും ശേഷം നടന്ന കാര്യങ്ങളുമാണല്ലോ നമ്മൾ പറയുന്നത്. മഹാനരായ പൂക്കോയത്തങ്ങൾ ഇവിടെ പറഞ്ഞു, മഹാനരായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഇറങ്ങിപ്പോന്ന്, ഇപ്പൊ അതാ ചർച്ച, ഇറങ്ങിപ്പോന്നതാണോ പുറത്താക്കിയതാണോ? ഇറങ്ങിപ്പോന്നു എന്ന് ഒരാൾ പറയും, അല്ല ഇറങ്ങിപ്പോന്നത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയെന്ന് വേറെ ആളും പറയും. അതിപ്പോ ഇതിലൊക്കെ പറയുന്നതാണ്. അങ്ങനെ മഹാനരായ താജുൽ ഉലമ നേരെ പോയത് എങ്ങോട്ടായിരുന്നു? മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുന. മടവൂർ ശൈഖുനയെ കണ്ടിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഞാൻ നേതൃത്വം നൽകിയത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവറുകൾ. വേറെ ആരെയും കണ്ടിട്ടല്ല, മടവൂർ ശൈഖുനയെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നത് എന്ന് മഹാനായ താജുൽ ഉലമ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അധികവും പല ആളുകളും അനുഭവം പറയാണ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ആരാണ് പച്ച കള്ളം പറയുന്നത് എല്ലാവർക്കും അറിയാം. ആ താഴത്തെ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഇവൻ തന്നെ അതിന് മറുപടി പറഞ്ഞെങ്കിൽ കണ്ടില്ലേ? താജുലമ്മ പോയി താജുലമ്മയോട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സീമിലാൻ്റെ ഒറ്റ വാക്കാണ്, ഞാൻ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കാരണം, ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കാൻ കാരണം വേറെ ആരും കണ്ടിട്ടില്ല. സീമലുല്ലാഹി എല്ലാ ശക്തിയും ധൈര്യവും താജുലമ്മക്ക് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. താജുലമ്മ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏതാണോ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, എൻ്റെ കുരുവട്ടൂർ എൻ്റെ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ശംസുലുമ്മൻ്റെ ആളായപ്പം മെല്ലെ മാറ്റാൻ നോക്കുക, ഞങ്ങളെ മുമ്പിൽ നടക്കില്ല. താജുലമ്മയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ കാലത്ത് സർവ്വത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താജുലമ്മനെ മാറ്റി ഒഴിവാക്കി ശംസുലുമ്മയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പം അപ്പോൾ ശംസുലമ്മ കൊപ്പിച്ച് പറഞ്ഞല്ലോ, ആ ബോളൊക്കെ എൻ്റെ കുഞ്ഞാളുകൾ മുമ്പിൽ നടക്കുള്ളൂ. കുരുവട്ടൂർ ആശ്രമത്തിൽ വെച്ചിട്ട് ഇപ്പം പറഞ്ഞ ഈ കേസ് വഴി ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ കാലത്തെ പണ്ഡിതന്മാർ പോയത് ഇവിടെ എന്ന് പറഞ്ഞാണ്ട് പറയാം. താജുലമ്മ പോയി, എന്നിട്ടോ താജുലമ്മ സീമലിനോട് ചോദിച്ചപ്പോൾ എന്താ പറയേണ്ടത്? എൻ്റെ ഇന്നത്തെ വാദം വെച്ച് നിങ്ങൾ ഉസ്താദ് ഈ കേസാറിൻ്റെ കൂടെ ഒന്നോളി എന്നല്ലേ പറയേണ്ടത്? അത് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല മാജി പറഞ്ഞേ. ഒക്കെ ഇജ്ജാ പറയണ്ടേ, ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടി വന്നാൽ പറയും ചെയ്യും. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷേ ഇജി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് കൂടെ ഒന്ന് കണ്ടോ? എന്നിട്ട് പച്ചക്കള്ളം പറയുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പച്ചക്കള്ളം അതിൻ്റെ മുകളിൽ. എങ്ങനെയുണ്ട്? ഇത് തൊള്ളിയിട്ട് തോന്നല്ലേ പറയുള്ളൂ. എത്ര ഞങ്ങൾ എന്തെങ്കിലും സത്യം പറയണ്ടോ? ഇല്ല. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്? അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ കേട്ടില്ലേ? സമസ്തയിൽ പ്രശ്നം വന്നപ്പോഴേ സീമലാണ്ട് അടുത്ത് പോയി എന്താ ചെയ്യേണ്ടത്, എല്ലാം ഒഴിച്ച് മാറി നിൽക്കണോ, അപ്പുറത്തെ ഉസ്താദല്ലേ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അൻത അലൽ ഹഖ്, നിങ്ങൾ ഹക്കുമലാണ്, നിങ്ങൾ അതിൽ അടിയുറച്ച് നിൽക്കണം. അപ്പോൾ താജുലമ്മ എന്ത് ചെയ്തു? ഇവന്റെ ഇന്നത്തെ വാദപ്രകാരമാണെങ്കിൽ സീമലില്ല എന്ത് പറയണം? നിങ്ങൾ ഈ കേസാരുടെ കൂടെ ഒന്നോളി, അവിടെയാണ് ഹക്ക് എന്ന് പറയണ്ടേ. അത് പറഞ്ഞില്ല എന്നപ്പം പറയണ്ടേ. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഹക്കിന്റെ മേലാണ്, നിങ്ങൾ അതിൽ അടിയുറച്ച് നിൽക്കണം.
അങ്ങനെ താജുലമ എന്ത് ചെയ്തു? ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു. താജുലമ ഏത് ഉമ്മത്തിനാണ് നേതൃത്വം കൊടുത്ത്? താജുലമ പറഞ്ഞ നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ ശംസുലമ ഉണ്ട്. സീമല്ല എന്താ പറഞ്ഞത്? ശംസുലമയുടെ കൂടെ എത്താനാണോ പറഞ്ഞത്? അല്ല. അതാ മലപ്പുറത്തും പറഞ്ഞേ, ഈ പ്രസ്ഥാനത്തിന് താജുലമ നേതൃത്വം കൊടുത്തത് സീമല്ലാന്റെ ഒറ്റ വാക്കാണ്. സീമല്ലാന്റെ വാക്കില്ലെങ്കിൽ താജുലമ നേതൃത്വം കൊടുക്കൂല. മനസ്സിലായോ? അപ്പൊ ഹക്ക് ശംസുലമന്റെ കൂടെ അല്ല, താജുലമന്റെ കൂടെയാണെന്ന് പ്രസംഗിച്ചവനവൻ. ഇവൻ ഇത് കുരുവട്ടൂർ ആശ്രമത്തിൽ പ്രസംഗിക്കുമ്പോൾ പച്ച ഒല്ലിട്ട് കണ്ടിരിക്കണ്ടില്ലേ? അതുകൊണ്ട് ഷെയ്ഖാ, ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടായപ്പോഴല്ല. ഇതൊക്കെ താജുലമയിൽ മാതൃക കണ്ടെന്ന് പറഞ്ഞ കാലത്ത് പറഞ്ഞ ഇപ്പൊ താജുലമ സുന്നത്ത് കഴിക്കാൻ സുന്നിയായി. ഇപ്പൊ ശംസുലമയാണ്. ശംസുലമ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ട് താജുലമ പറ്റിയെന്നപ്പോ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ഹക്ക് പോകാൻ പറഞ്ഞു, അവന്റെ വാക്കിന് ഒരു പഴയ കീറച്ചാക്കും അവന്റെ വാക്കും ഒരേപോലെയാണ്. എന്ത് പറഞ്ഞാലും മാറ്റി പറയും. ഉളുപ്പില്ലാത്ത ജാതിയാണ്. നല്ല മാറ്റി എന്നിട്ട് അതൊന്നും നടക്കില്ല മോനെ. ഇനിയും പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറഞ്ഞു പറഞ്ഞ എന്റെ കയ്യിൽ ഇനിയുണ്ട്. മലപ്പുറത്ത് വെച്ച് വേറെ പ്രസംഗത്ത് പറഞ്ഞേ. മനസ്സിലായോ? കാലിയൊന്നും ഞങ്ങളോട് നടക്കൂല. മോനെ ഞാൻ തരാം. അവിടെയും എല്ലാം മാറ്റാൻ നോക്കുക. ഒരു ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് ഇജാണ് ഇവിടെ ആദ്യം പഠിപ്പിച്ചത്. ഇപ്പൊ എല്ലാം ഓൻ മാറിയപ്പം ഓനെ കൂടെ കൊണ്ടുപോകാൻ നോക്കുക. മാറ്റി പറഞ്ഞു കാണ്ടേ അതൊന്നും നടക്കില്ല മോനെ. താജുലമ നേതൃത്വം കൊടുത്ത ഉമ്മത്തേത്? താജുലമ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏത്? അതാ സിറാജിൽ പറഞ്ഞേ. മനസ്സിലായോ? കളവ് ഇപ്പത്തല്ല അപ്പുറത്താ. മന്ത് മറ്റേ കാലല്ല. അജ്ജ 10 നുണ പറയുന്നുണ്ട്. ഞങ്ങൾ നുണ പറഞ്ഞിട്ടില്ല. 1000 നുണ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. 1000 ഊട്ടിമാട്ടിലും പച്ച കളവും പറഞ്ഞാണ്ട്. എവിടെ കളവ് പറയാത്ത? സത്യം പറയില്ല. കാരണം നുണ പറയാൻ വേണ്ടിയിട്ട് എന്നെ പറിച്ചിട്ടില്ല. ചൈത്താനിയത്താലോ. അപ്പൊ ആ ചൈത്താൻ ഇങ്ങനെ നുണയല്ലേ പറയുള്ളൂ, ശത്രു പറയില്ലല്ലോ. എൻ്റെ ഒപ്പമുള്ള 3 ചൈത്താന്മാരും അങ്ങനെ തന്നെ. സർവ്വം ചൈത്താന്മാരാ. ഞാൻ ചൈത്താനെ വിളിച്ച് നിങ്ങൾ ബേജാറാണ്ട്. അപ്പൊ ഞാന്ന് വേറൊരു തന്നെ ചൈത്താനെ വിളിച്ചു. മറ്റേ ചൈത്താണ്ടല്ലോ, ആ പുഴയപോരില്ലേ, ആ കണ്ടാൽ തന്നെ ചൈത്താൻ്റെ മാതിരിയാണല്ലോ. ആ പൂസം താടിയും ആ കൊറ്റനാടിൻ്റെ താടിയും വെച്ച് കണ്ടേ ഓനാ വിളിച്ച്. ചൂടായിട്ട് നമുക്കൊക്കെ പാടെ അങ്ങോട്ട് പോവാണ്.